നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാത്തിന്റെയും പിന്നിലെ ഈ മധുശ്രീയാണ്. കാർത്തിക ഇതൊന്നും അറിയാതെ ഹർഷൻ ചതിച്ചെന്നും പറഞ്ഞാണ് വിഷ്ണുവേട്ടനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത്. മുഹൂർത്തം എത്ര മണിക്കെന്നാ പറഞ്ഞേ? 12നും 12:30 ഇടയ്ക്ക്. ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? നിങ്ങളെ വിവാഹം കഴിക്കാനിരുന്ന കാർത്തിക അവളിപ്പോ എന്റെ ജീവിതം തകർത്തോണ്ടിരിക്കുക. കാർത്തികയെ അറിയോ? ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ. കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റാരെയുമല്ല ഹർഷ, എന്റെ വിഷ്ണുവേട്ടനെയാ, എന്റെ ഹസ്ബൻഡിനെ. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം മുടക്കിയേ പറ്റൂ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ കൊന്നവെന്നുള്ള പേര് കിട്ടും. വിഷ്ണുവേട്ടൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ആഗ്രഹിച്ച ജീവിതം നടന്നില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം നടക്കേണ്ടത് അത്യാവശ്യമാണ്. സത്യാമ്മയുടെ മരുമകളായി ഒരു വലിയ വീട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി മാറണം. പക്ഷേ എവിടെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉള്ളതുപോലെ ഒരു തോന്നൽ. വേറെ ആരൊക്കെയോ എനിക്കെതിരെ, എനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നോ എന്നൊരു തോന്നൽ. ആരായിരിക്കും അത്? ശാലിനി ആയിരിക്കോ? ഈ കല്യാണം നടക്കാതിരിക്കാൻ അവൾ പലതും ചെയ്യും. എന്നെ അപായപ്പെടുത്താൻ വരെ ശ്രമിക്കും. സൂക്ഷിക്കണം. വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതുവരെ എന്റെ ജീവൻ വരെ ആപത്താണ്. ഇത് സത്യാമ്മ എനിക്ക് സ്നേഹത്തോടെ തന്നതാണ്. ഇവിടെ വരുന്ന മരുമകൾക്ക് നൽകാനായി സൂക്ഷിച്ചു വച്ചിരുന്നത്. ഈ ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. പിന്നെ എങ്ങനെയാ നിന്നോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നാതിരിക്കുന്നത്? ആഭരണങ്ങളൊക്കെ ഇട്ടപ്പോൾ നീ ഒരു സുന്ദരി തന്നെ. വലിയ വീട്ടിൽ രാജകീയ വേഷത്തോടെ ജീവിക്കേണ്ടവൾ തന്നെ. മധുശ്രീ പറഞ്ഞത് തന്നെയാ സത്യം. ഹർഷന്റെ ഭാര്യയായി അവൻ അന്നന്ന് കൊണ്ടുവരുന്നതും കൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടവളല്ല നീ. നിന്നെ ചതിച്ച ഹർഷനെ നല്ല നിലയിൽ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കേണ്ടവളാ നീ. ചതിക്കുത്തരം ചതി തന്നെ. ആരൊക്കെ മുടക്കാൻ വന്നാലും ഈ കല്യാണം നടന്നിരിക്കും. എന്റെ വിഷ്ണുവച്ചനെ കൊണ്ട് കാർത്തികാന്റെ കല്യാണം കഴിപ്പിക്കലേ ഹർഷനങ്ങൾ. കാർത്തികാന്റെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങളുടെ വണ്ടി കയറിയതും അമ്മയെ വിളിച്ച് പറഞ്ഞതും എല്ലാ ഹർഷനങ്ങളിനെ കൊണ്ട് ഈ കല്യാണം മുടക്കിക്കാൻ വേണ്ടിയാ. കേട്ടില്ലേ ഹർഷ, കുട്ടികൾ വരെ ഈ കല്യാണത്തിനെതിരാ. സത്യാമ്മയ്ക്കും കാർത്തികയ്ക്കും മാത്രമാണ് ഈ കല്യാണം നടന്നു കാണണമെന്ന് ആഗ്രഹമുള്ളത്. ബാക്കി എല്ലാവരും സത്യാമ്മയുടെ വാശിക്ക് മുമ്പിൽ നിന്നു കൊടുക്കുക. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോന്നവളാണ് കാർത്തിക. ഈ ഭൂമിയിൽ എന്നെ മാത്രമേ സ്നേഹിക്കുമെന്ന് എത്രയോ വട്ടം അവളെ എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു. ആ കാർത്തിക മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതെല്ലാം കാർത്തികയെ കൊണ്ട് ആ മധുശ്രീ ചെയ്യിക്കുന്നതാ. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനും സത്യാമ്മയെ സ്വാധീനിച്ച് എനിക്കെതിരെ കാർത്തികയെ തിരിക്കുന്നതും ഈ മധുശ്രീ ഒറ്റ ഒരാളാ.
എല്ലാത്തിന്റെയും പിന്നിലെ ഈ മധുശ്രീയാണ്. കാർത്തിക ഇതൊന്നും അറിയാതെ ഹർഷൻ ചതിച്ചെന്നും പറഞ്ഞാണ് വിഷ്ണുവേട്ടനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത്. മുഹൂർത്തം എത്ര മണിക്കെന്നാ പറഞ്ഞേ? 12നും 12:30 ഇടയ്ക്ക്. അതിനി അധിക സമയം ഇല്ലല്ലോ. എങ്കിൽ ഉടനെ നമുക്ക് പോവാം അങ്കിൾ. ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം അങ്കിൾ. കാർത്തികയെ വിളിച്ചിട്ട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ ഒരു പക്ഷെ അവൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയേക്കാം. ഞാൻ സംസാരിക്കാം മാഡം. ഞാൻ വിളിച്ചിരുന്ന നമ്പർ ഇപ്പൊ കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു തരാം. ഹർഷൻ സംസാരിക്കേ. ശാലിനിയാണല്ലോ. ഇവൾ എന്തിനാ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത്? കല്യാണം മുടക്കാൻ എന്തെങ്കിലും കള്ളക്കഥയായിട്ട് ഇറങ്ങിയിരിക്കാവും. എന്തായാലും ഇനി നീ എന്ത് മലമറിക്കൽ നടത്തിയാലും വിഷ്ണുവേട്ടനെ വിട്ടുകിട്ടാൻ പോകുന്നില്ലടി. കയ്യോടെ അത് പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇവൾ ഇങ്ങനെ വിളിച്ച് ചൊറിഞ്ഞോണ്ടേയിരിക്കും. ഹർഷൻ. അതെ, ഹർഷൻ തന്നെ. എന്റെ മുഖം അപ്പൊ നീ മറന്നിട്ടില്ല അല്ലേ? മറന്നത് നിങ്ങളല്ലേ? നിങ്ങളെ വിശ്വസിച്ച് എന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് ഇറങ്ങി വന്ന എന്നെയല്ലേ നിങ്ങൾ ചതിച്ചത്? വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തു? എന്നിട്ടിപ്പോ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായപ്പോ അത് നശിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ? അതും ആ ശാലിനിയെ കൂട്ടുപിടിച്ച്. നിങ്ങൾക്കറിയോ, എന്റെ നാശം കാണാൻ നടക്കുന്നവളാ ആ ശാലിനി. എന്നെ ചതച്ചതും പോരാഞ്ഞിട്ട് അവളെയും കൂട്ടുപിടിച്ച് എന്നെ വീണ്ടും ദ്രോഹിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നേ? ഞാൻ എന്ത് ദ്രോഹമാ കാർത്തിക നിന്നോട് ചെയ്തത്? നിന്നെ തിരക്കി നാട് മുഴുവൻ നടന്നതോ? അതോ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കടൽ കടന്ന് ഈ കാണുന്ന ഓട്ടം മുഴുവൻ ഓടിയതോ? ആത്മാർത്ഥമായിട്ടല്ലേ നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും ആത്മാർത്ഥമായിട്ട് തന്നെയാ. ആത്മാർത്ഥത നിങ്ങൾക്ക് എങ്ങനെയാ വാക്ക് പറയാൻ തോന്നുന്നു? മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പൊ പഴയ കാമുകിയെ തേടി വന്നിരിക്കുന്നു. അങ്ങനൊരു ബന്ധത്തിന് ഇനി ഈ കാർത്തികയെ കിട്ടില്ല. നീ അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ശാലിയുടെ കഴുത്തിൽ വിഷ്ണു താലി കെട്ടിയതാണെന്ന് അറിഞ്ഞോണ്ടല്ലേ വിഷ്ണുവിന്റെ ഭാര്യയാവാൻ നീ തയ്യാറാവുന്നത്? അപ്പൊ അത് ചതിയല്ലേ? അതിൽ വഞ്ചനയില്ലേ? ഞാൻ ഇന്നും എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് കാർത്തിക എന്ന നിന്നെ മാത്രമാണ്. കടല് കടന്ന് വന്നതും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.